ഒരു സൺസ്ക്രീൻ പോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങാൻ കാരണം തന്നെ സോഷ്യൽ മീഡിയ ആണ്. ജസ്റ്റ് മഞ്ഞൾ പോലും വരച്ച് തേക്കാത്ത മുഖമായിരുന്നു എൻ്റെ. ഡോണ്ട് ഫോൾ ഫോർ ദാറ്റ് പ്ലീസ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ എൻ്റെ പഴയ ഒരു 2 വീഡിയോ മുന്നേയുള്ള റീസെറ്റ് വ്ളോഗ് ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞിരുന്നു. അതായത് എൻ്റെ സ്കിൻ കെയറിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊരു സ്റ്റോറി ആയിട്ട് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിൽ. സോ ആ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗൈസ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ കോമെൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനലും കൂടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഞാൻ എൻ്റെ സ്കിൻ ടൈപ്പ് പറയണം. എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നോർമൽ ടു ഡ്രൈ സ്കിന്നാണ്. പൊതുവേ അതായത് ക്ലൈമറ്റ് മാറുമ്പം അതായത് കുറച്ച് ഹ്യൂമിഡ് ആകുമ്പോൾ ഒന്ന് ഈ നോസ് ഏരിയയും പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്വെറ്റ് ആവും. ഓയിൽ വല്ലാണ്ട് സെക്രീറ്റ് ചെയ്യില്ല. പക്ഷേ അതായത് ഈ ക്ലൈമറ്റ് നല്ല തണുപ്പാകുമ്പം ചെറുതായിട്ട് ഡ്രൈനെസ് ഉണ്ടാവും. പക്ഷെ ഫേസിലൊന്നും അങ്ങനെ ഡ്രൈനെസ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്നെ കാറ്റഗറൈസ് ചെയ്തൊരു നോർമൽ ടു ഡ്രൈ ആണ്. മോസ്റ്റ്ലി നോർമൽ സ്കിന്നാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് സ്കിന്നായിരുന്നു. അങ്ങനെ ആക്നെ മാർക്സോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരുന്നത് കുറവായിരുന്നു. ചെറുതായിട്ട് പിഗ്മെൻറ്റേഷൻ, ആർക്കിടെക്ചർ പഠിച്ചതിൻ്റെ ഒരു അണ്ടർ ഐ പിഗ്മെൻറ്റേഷനും ഉണ്ട്. പിന്നെ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പിഗ്മെൻറ്റേഷൻ കാര്യമായിട്ട് വേറെ എവിടെയൊന്നുമില്ല. ടാൻഡായിരുന്നു, നല്ല സ്കിന്ന് നല്ലപോലെ ടാൻഡായിരുന്നു. കാരണം ഞാൻ ഒരു സൺസ്ക്രീൻ പോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കോളേജിൽ പഠിക്കുന്നവരെ. പിന്നെയാണല്ലോ ഈ സൺസ്ക്രീനും മറ്റേതിനൊക്കെ ഒരു ട്രെൻഡ് വരുന്നത്. സോ ഞാൻ ആദ്യം സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങാൻ കാരണം തന്നെ സോഷ്യൽ മീഡിയ ആണ്. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഓരോ ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെ ഓരോ സംഭവം യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നില്ലേ. അപ്പോഴാണ് ആലോചിക്കുന്നത്, ഇതൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ സ്കിൻ ഇങ്ങനെയാവും, അങ്ങനെ ചെയ്താൽ അങ്ങനെയാവും. അതിനു മുന്നേ മറ്റേ വീട്ടിൽ ജസ്റ്റ് മഞ്ഞൾ പോലും വരച്ച് തേക്കാത്ത മുഖമായിരുന്നു എൻ്റെ. ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടപ്പം എനിക്ക് ചെറുതായിട്ടൊന്ന് കൗതുകം തോന്നി. ഞാൻ ആദ്യമായിട്ട് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തത് സൺസ്ക്രീനിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം വാങ്ങിയത് സൺസ്ക്രീൻ ആയിരുന്നു. ആ ടൈമിൽ കത്തിരുന്ന സൺസ്ക്രീനാണ് ന്യൂട്രിജനേൻ്റെ സൺസ്ക്രീൻ. അത് ആദ്യം വാങ്ങി യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഓയിലി ആയിട്ട് തോന്നിയെങ്കിലും പക്ഷെ നമുക്ക് അന്ന് സൺസ്ക്രീനിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ക്രീമിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ് വേണ്ടത്, അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പൊതുവേ ഒരു നോളജ് കുറവായിരുന്നു. വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും എനിക്ക് അത്രയ്ക്ക് അറിയില്ല. കാരണം ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പോൾ ഞാനത് മുഖത്ത് തേച്ചപ്പം ഭയങ്കര ഓയിലി ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ന്യൂട്രിജിനേൻ്റെ ഒരു 2-3 ബോട്ടിൽസോളം യൂസ് ചെയ്ത് കഴിഞ്ഞു. അത് യൂസ് ചെയ്യുമ്പോൾ വൈറ്റ് കാസ്റ്റ് ഒക്കെ വരുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ച സൺസ്ക്രീൻ പൊതുവേ അങ്ങനെ ആയിരിക്കുന്ന. പിന്നെ ഞാൻ വിചാരിച്ചു 2-3 ബോട്ടിലായില്ലേ, എന്നാൽ പിന്നെ ഒന്ന് മാറ്റാം സൺസ്ക്രീനെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ആ ടൈമിൽ മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിനെ പറ്റി കേൾക്കുന്നത്. മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ വാങ്ങി. മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ വാങ്ങിയപ്പോഴാണ് എനിക്ക് ശരിക്കും ഡിഫറൻസ് മനസ്സിലായത്. നല്ല വൈറ്റ് കാസ്റ്റ് ഉള്ള ഒരു ടൈപ്പ് സൺസ്ക്രീനാണ് മിനിമലിസ്റ്റിൻ്റെ. അപ്പോൾ ന്യൂട്രിജിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് ഭയങ്കര വൈറ്റ് കാസ്റ്റ്, പക്ഷെ ഓയിലി അല്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ ഡിഫറൻസ് എനിക്ക് അപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത്. അത് ഞാൻ ഒന്നോ രണ്ടോ ബോട്ടിലായിട്ടേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് ഒന്ന് തന്നെയാണെന്ന് തോന്നുന്നു. അതോടെ ഞാൻ നിർത്തിയിട്ട് പിന്നെ ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്തത് അക്വാളോജിക്കേൻ്റെ. ആ ടൈമിലൊക്കെ ഉണ്ടായിരുന്നത് ഇങ്ങനത്തെ ഈ പുതിയ ഇമേർജിങ് ബ്രാൻഡ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ട് അക്വാളോജിക്ക അല്ല, അതിൻ്റെ മുന്നേ ഡോക്ടർ ഷെത്തിൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തു. അത് ഞാൻ യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് അടിപൊളി സൺസ്ക്രീനാണ്. കാരണം അത് തേച്ചാൽ ഫേസിൽ അങ്ങനെ തന്നെ, അതായത് ഒരു വൈറ്റ് കാസ്റ്റ് ഇല്ല, ഓയിലിനെസ് ഇല്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കിയത് ഇതാണ് നല്ല സൺസ്ക്രീൻ എന്ന് മനസ്സിലാക്കിയത് അപ്പോഴാണ്. അപ്പോൾ ഡോക്ടർ ഷെത്തിൻ്റെ ഞാൻ യൂസ് ചെയ്ത് പിന്നെ ഞാനത് ഞാൻ കുറേ യൂസ് ചെയ്തു. ഒരു 4-5 ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്തു. അതിന് കുറേ ഓഫേഴ്സൊക്കെ വരുന്നുണ്ടായിരുന്നു ആ ടൈമിൽ, buy 1 get 1 അങ്ങനെ കുറേയാണ് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ അക്വാളോജിക്കിൻ്റെ ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചു. കാരണം അന്ന് ഭയങ്കര ഹൈപ്പായിരുന്നു. ഒന്നല്ല, റീസെൻ്റ്ലി ഒരു 2 years ബാക്ക് അക്വാളോജിക്കേൻ്റെ സൺസ്ക്രീന് അന്ന് കത്തിയിരിക്കുന്ന ടൈമിൽ ഞാൻ ട്രൈ ചെയ്തു.
അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് എൻ്റെ സ്കിന്നിന് നല്ല സ്യൂട്ടായിരുന്നു, കാരണം എൻ്റെ സ്കിന്ന് നോർമലാണ്. അപ്പോൾ ഓവറായിട്ട് മോയ്സ്ചറൈസേഷൻ വേണ്ട ആക്ച്വലി. അപ്പോൾ അങ്ങനെ സൺസ്ക്രീനിൻ്റെ കഥകൾ അങ്ങനെയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്നാൽ പിന്നെ സൺസ്ക്രീന് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, സൺസ്ക്രീൻ മാത്രം പോരാ, നമ്മളെ സ്കിന്നിലെ പ്രശ്നങ്ങൾ. അപ്പം ഞാൻ എൻ്റെ സ്കിൻ നോക്കിയപ്പം പിഗ്മെൻറ്റേഷൻ ഉണ്ട്, പിന്നെ ഇവിടെ ചെറുതായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ പിഗ്മെൻറ്റേഷൻ എന്താണ് ഹെൽപ്പ് ചെയ്യാമെന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പം വൈറ്റമിൻ സി സെറം കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ പിന്നെ വൈറ്റമിൻ സി സെറം നമുക്ക് വാങ്ങാം. പിന്നെ ഇപ്പം അതിൻ്റെ കൂടെ ഒന്ന് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു മോയ്സ്ചറൈസറും തപ്പി. ആ ടൈമിൽ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറായിരുന്നു സെറ്റപ്പ്. അപ്പോൾ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസർ വാങ്ങി. അത് എനിക്ക് ആദ്യം ഞാൻ സെറവും വേറെ മോയ്സ്ചറൈസർ വേറെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഫുള്ളി അബ്സോർവ് ആയതിന് ശേഷം മാത്രമേ അങ്ങനെ ഞാൻ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്കത് വലിയ എഫക്റ്റ് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്തു, അതായത് മോയ്സ്ചറൈസറും സെറവും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് യൂസ് ചെയ്തപ്പം നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ സ്കിന്നിന്. നല്ല എഫക്റ്റ് പറഞ്ഞാൽ നല്ലൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സൺസ്ക്രീനും കൂടി ആയപ്പോൾ നല്ല സെറ്റ് സ്കിന്നായിരുന്നു, നല്ല നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് പിഗ്മെൻറ്റേഷനൊക്കെ കുറഞ്ഞ് അങ്ങനെ ആയി വന്നതായിരുന്നു. അങ്ങനെ ഇപ്പം ഒരു സെറവും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ആയി. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്കിനി ഒരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീനും കൂടി തുടങ്ങിയാലോ. അതായത് നമ്മൾ റെറ്റിനോളൊക്കെ ഞാൻ അപ്പോൾ അറിയുന്നുള്ളൂ കേട്ടോ, അതെങ്ങനെ യൂസ് ചെയ്താലോ, കാരണം ഭയങ്കര എഫക്റ്റാണെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മൾ സൂക്ഷിച്ച് യൂസ് ചെയ്യണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി റെറ്റിനോൾ യൂസ് ചെയ്യാം. അങ്ങനെ വേറൊരു ബ്രാൻഡിൻ്റെ ഡോട്ട്&കീൻ്റെ റെറ്റിനോൾ ക്രീം ഞാൻ വാങ്ങി. നൈറ്റ് സ്കിൻ കെയർ നൈറ്റ് അങ്ങനെ എന്തോ പേരുള്ള ഒരു ബോട്ടിൽ ഞാൻ വാങ്ങി. ആ ബോട്ടിൽ യൂസ് ചെയ്തപ്പം രാത്രി ഇത് അപ്ലൈ ചെയ്തിട്ട് രാവിലെ എണീക്കുമ്പം ഭയങ്കര നല്ല ഗ്ലോ ആയിട്ട് വന്നു കേട്ടോ സ്കിന്ന്. അതൊരു 1 മന്തോളം അങ്ങനെ പോയി. അതിനുശേഷം ഞാൻ എന്നാൽ പിന്നെ വേറൊരു സാധനം കൂടി വാങ്ങിയിട്ട് ചെയ്താലോ എന്നുള്ള ഇപ്പം തന്നെ ഒരു 4 സ്റ്റെപ്പായി. അതായത് സെറം, മോയ്സ്ചറൈസർ, പിന്നെ ഈ റെറ്റിനോള്. അത് രാത്രി മാത്രമേ ചെയ്യുള്ളൂ, രാവിലെ ആണെങ്കിൽ റെറ്റിനോള് ചെയ്യില്ല. രാത്രി റെറ്റിനോള്, പിന്നെ ഇപ്പോൾ തന്നെ ഒരു 3 സ്റ്റെപ്പായി. വൈകുന്നേരം രാവിലെ 3 സ്റ്റെപ്പായി, രാത്രി 3 സ്റ്റെപ്പായി. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് സ്നെയിൽ മ്യൂസിയം വാങ്ങിയാലോ. കൗതുക ലേശം കൂടുതലായതുകൊണ്ട് ആ ടൈമിലാണ് സ്നെയിൽ മ്യൂസിയം വരുന്നത്. അപ്പം ഞാൻ കുറേ ആയിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു വാങ്ങണം. അപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ സ്കിന്നും ഒരാളുടെ സ്കിൻ ഓയിലിയാണ്, മറ്റേ സ്കിന്ന് നോർമൽ സ്കിന്നാണ്. അപ്പോൾ രണ്ടുപേരുടെ സ്കിന്നിനും ഓക്കെയാണ്, നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷെ അവർ നിൽക്കുന്നത് കുറച്ച് തണുപ്പുള്ള സ്ഥലത്തായിരുന്നു, അത് ഞാൻ വിട്ടുപോയി. പക്ഷേ ഞാനത് വാങ്ങി. സ്നെയിൽ മ്യൂസിയം ഒരൊറ്റ ബോട്ടിലേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. അത് ആക്ച്വലി ഞാൻ അങ്ങനെ ഇൻഫ്ലുവൻസ് സോഷ്യൽ മീഡിയ വഴി ഇൻഫ്ലുവൻസ് ആയതല്ല. ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ അവരും പറഞ്ഞു നല്ലതാണ് സ്നെയിൽ മ്യൂസിയം, ഓക്കെയാണ്, അവരുടെ സ്കിന്നിന് വലിയ പ്രശ്നമൊന്നുമില്ല, നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ സ്നെയിൽ മ്യൂസിയം കൂടി വാങ്ങിച്ചു നോക്കാം. അങ്ങനെ സ്നെയിൽ മ്യൂസിയം വാങ്ങി അത് മുഖത്ത് അപ്ലൈ ചെയ്തപ്പം ഭയങ്കര ഇങ്ങനെ സ്റ്റിക്കി സംഭവമല്ലേ. സോ അത്രയ്ക്ക് ഹൈഡ്രേഷൻ എൻ്റെ സ്കിന്നിന് വേണ്ട ആക്ച്വലി. ഇതന്നെ കൂടുതലാണ്, മോയ്സ്ചറൈസർ തന്നെ കൂടുതലാണ്. അപ്പോൾ ഞാൻ ആ സ്നെയിൽ മ്യൂസിയം യൂസ് ചെയ്ത് പിന്നെ സെറം, പിന്നെ ബെയർ സ്കിന്നിലായിരുന്നു ഞാൻ സ്നെയിൽ മ്യൂസിയം ആദ്യം യൂസ് ചെയ്തത്. അപ്പം എഫക്റ്റ് അതായത് റിവേഴ്സ് ആവാൻ തുടങ്ങി. എൻ്റെ സ്കിന്ന് പിമ്പിൾസ് വരാൻ തുടങ്ങി. പിന്നെ അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുഞ്ഞു തരിതരി പോലത്തെ അങ്ങനത്തെ പിമ്പിൾസ് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ എന്നാൽ സ്നെയിൽ മ്യൂസിയം ഓവറായിട്ട് ഹൈഡ്രേഷൻ വേണ്ടാത്തതുകൊണ്ടാവും. പക്ഷെ ആ ബോട്ടിൽ അത്യാവശ്യം റേറ്റും എക്സ്പെൻസീവും ആയതുകൊണ്ട് എനിക്കിത് യൂസ് ചെയ്യാണ്ടിരിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഇത്രത്തോളം ബാക്കിയുണ്ട്. ഇപ്പം ഞാൻ കംപ്ലീറ്റ്ലി നിർത്തി, ഇത്രത്തോളമേ ബാക്കിയുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ എന്തിനാ പൈസ കളയുന്നത്, നമുക്ക് യൂസ് ചെയ്യാം. എൻ്റെ സ്കിൻ നോർമലാണല്ലോ, അഹങ്കാരം.
ശരിയാവും അല്ല ശരിയാവും വിചാരിച്ചിട്ട് ഞാൻ ഇത് യൂസ് ചെയ്തു. ആദ്യം യൂസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമായിരിക്കും വിചാരിച്ച് ഞാൻ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. ഇത് ഇപ്പം നമ്മൾ 4 സ്റ്റെപ്പായി. ഇത് രാവിലെ, ഇത് പിന്നെ അതിന് ശേഷം സെറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. രാത്രിയാണെങ്കിൽ എസെൻസ്, ഈ സ്നെയിൽ മ്യൂസിൻ, സെറം, മോയ്സ്ചറൈസർ, റെറ്റിനോൾ. അപ്പം ഇത്രയും സ്റ്റെപ്സ് ആയിട്ടോ. അപ്പോൾ എൻ്റെ സ്കിന്ന് ഇങ്ങനെ കുറേ ആക്നേസ് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ എനിക്ക് നല്ലൊരു എക്സ്ഫോളിയൻ്റ് വേണം, അതായത് എൻ്റെ സ്കിന്നിൻ്റെ ഒരു നല്ലൊരു എക്സ്ഫോളിയൻ്റ് വേണം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഓക്കെ, അപ്പോൾ ഏതാണ് നല്ലൊരു ടോണർ വാങ്ങാമെന്ന് വിചാരിച്ചു. ആ ടൈമിൽ ടോണേഴ്സൊക്കെ ഭയങ്കര ഹൈപ്പ്, അതായത് എല്ലാവരും ടോണേഴ്സ് യൂസ് ചെയ്യണം, അങ്ങനെ ഞാൻ കുറേ കേട്ടു. അതായത് ടോണർ യൂസ് ചെയ്താലേ ആ സ്കിൻ കെയറിൻ്റെ ഫുൾ എഫക്റ്റ് കിട്ടൂ, അങ്ങനെയൊക്കെ ഞാൻ കേട്ടു. അങ്ങനെ ഞാൻ ഒരു എക്സ്ഫോളിയേറ്റിംഗ് PHAൻ്റെ ഒരു ടോണർ മിനിമലിസ്റ്റിൻ്റെ വാങ്ങി. മിനിമലിസ്റ്റിൻ്റെ ആ ടോണർ വാങ്ങി അതിൻ്റെ മേലെ ഈ സ്നെയിൽ മ്യൂസിൻ യൂസ് ചെയ്ത് അങ്ങനെയാണ് പെയർ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെയാണ് ഞാനത് ഒന്ന് റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് സ്നെയിൽ മ്യൂസിൻ ബെയർ ഫേസിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ ടോണറിൻ്റെ മേലെയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം മുഖത്ത് അതിൻ്റെ മേലെയോ സ്നെയിൽ മ്യൂസിൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഞാൻ സ്നെയിൽ മ്യൂസിൻ അങ്ങനെ അതായത് ആ PHA ടോണർ യൂസ് ചെയ്തിട്ട് സ്നെയിൽ മ്യൂസിൻ, പിന്നെ സെറം, മോയ്സ്ചറൈസർ, റെറ്റിനോൾ. ഇപ്പോൾ 5 സ്റ്റെപ്പായിട്ടോ, 5 സ്റ്റെപ്പായി. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു വ്യത്യാസമില്ല. വേഴ്സൺ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് സ്കിന്ന് വെറുതെ ഇങ്ങനെ പിമ്പിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഞാനൊരു 2 months, അതായത് ആ ബോട്ടിൽ തീരുന്ന ഞാൻ സംഭവം എല്ലാം മുതലാക്കി, വാങ്ങിച്ചെല്ലാം ഞാൻ മുതലാക്കി. പക്ഷെ ഞാൻ ആ ടോണറും കൂടി യൂസ് ചെയ്തപ്പം എൻ്റെ സ്കിന്നിന് താങ്ങാൻ പറ്റുന്നില്ല എന്ന് തോന്നി. കാരണം ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷൻ അല്ലാത്ത ഈ ആക്നെ സ്കാർസ് വരാൻ തുടങ്ങി. ആക്നെ വന്നു പോയതിൻ്റെ സ്കാർസൊക്കെ വരാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ നിർത്താം, ബാക്ക് ടു ബേസ് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പം ഒരു 1 month ആയിട്ട് ഞാൻ ചെയ്യുന്നത് എൻ്റെ പണ്ടത്തെ റുട്ടീൻ തന്നെ. ഒരു സെറം, ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ, അത്രേ ഉള്ളൂ. അത് വീണ്ടും ഞാൻ തിരിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ സ്കിന്നിന് നല്ല ചേഞ്ച് ഉണ്ട്, പറഞ്ഞാൽ നല്ലൊരു ചേഞ്ച് ഉണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ സ്കിന്നിൻ്റെ കൺസേൺ അനുസരിച്ച് ചെയ്താൽ മതി. നമ്മുടെ സ്കിന്നിൻ്റെ കൺസേൺ എന്താണെന്ന് ആദ്യം നോക്കുക. അതായത് എന്ത് ട്രീറ്റാണ് ചെയ്യേണ്ടത്. പിഗ്മെൻറ്റേഷൻ ഉള്ളവരുണ്ടായിരിക്കാം, സ്കാർസ് ഉണ്ട്, ആഗ്നെ സ്കാർസ്, ആഗ്നെ മാർക്സ് ഒക്കെ ഉള്ളവരുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയ സെറമോ അങ്ങനെ എന്തെങ്കിലും നോക്കുക. അതിനുശേഷം മോയ്സ്ചറൈസർ മസ്റ്റാണ്. അത് ഡ്രൈ സ്കിന്നിന് വേറൊരു മോയ്സ്ചറൈസർ, ഓയിലി സ്കിന്നിന് വേറെ തന്നെ ഒരു മോയ്സ്ചറൈസർ. ഓയിലി സ്കിന്നിന് ഒന്നുകൂടി ഒരു ജെൽ ടൈപ്പ് മോയ്സ്ചറൈസറാണ് സാധാരണ യൂസ് ചെയ്യുക. ഡ്രൈ സ്കിന്നിന് ക്രീമിയോ അങ്ങനെ ലിക്വിഡ് ലോഷൻ അതൊക്കെ പറ്റും. ഓയിലി സ്കിൻ ഒന്നുകൂടി ഒന്ന് വാട്ടറി, അതായത് കുറച്ചുകൂടി ഒന്ന് ഒലിച്ചു പോകുന്ന ടൈപ്പ് ആയതുകൊണ്ടാണ് അവർ ജെൽ ഫോമുല ഉള്ള മോയ്സ്ചറൈസർ സജസ്റ്റ് ചെയ്യുന്നത്. അത് കുറേ ബ്രാൻഡിൻ്റെ ഉണ്ട്. ഇപ്പോൾ ന്യൂട്രജിനേൻ്റെ ഉണ്ട്, വേറെയും കുറേ എനിക്കറിയുന്ന ന്യൂട്രജിനേൻ്റെ ആണ്, ഫോക്സ്ടെയിലിൻ്റെ ഉണ്ട്, അങ്ങനത്തെ ഒക്കെ മോയ്സ്ചറൈസർ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി, അത്ര മതി. നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ കൊടുത്താൽ മതി. അനാവശ്യമായിട്ട് നമ്മൾ അതായത് ഈ സോഷ്യൽ മീഡിയ വഴി ഉള്ള ഇൻഫ്ലുവൻസിങ് കാരണം നമ്മൾ ചെയ്തു പോകുന്ന കുറേ സ്കിന്നിന് ചെയ്തു പോകുന്ന കുറേ കാര്യങ്ങൾ അതൊന്നും വേണ്ട. ആക്ച്വലി ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ സംഭവം മാത്രം ചെയ്താൽ മതി എന്നാണ് എൻ്റെ എക്സ്പീരിയൻസ് കേട്ടോ. ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ പോലെ ആകാം. ഓൾറെഡി നല്ല സെൻസിറ്റീവോ അല്ലെങ്കിൽ നല്ല ആക്നേഴ്സൊക്കെ ഉള്ള അവരുടെ സ്കിന്നിന് ഇങ്ങനത്തെ ഈ സ്റ്റെപ്പ് ചെയ്താൽ ചിലപ്പം നന്നാവും, പറയാൻ പറ്റില്ല. പക്ഷേ എനിക്കത് നേരെ ഉൾട്ടയാണ് വന്നത്, പണിയേ തന്നിട്ടുള്ളൂ. See, the irony is, whichever skincare products I purchased was purely influenced by an influencer or some people like that. ഞാൻ ഒന്നെങ്കിൽ അതായത് ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയിട്ടോ, അതായത് ജസ്റ്റ് അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയിട്ട് വേറൊരു ഇൻഫ്ലുവൻസർ അത് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ സെറ്റാണ്
എന്ന് ഞാൻ എന്നെ ഇൻഫ്ലുവൻസ് ആയതിനു ശേഷം ഞാൻ അത് വാങ്ങാൻ തുടങ്ങുന്നത് തന്നെ. അപ്പം നമുക്ക് മനസ്സിലാക്കും സോഷ്യൽ മീഡിയ എത്രത്തോളം ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതൊന്നും പ്രത്യേകിച്ച് സ്കിൻ കെയർ എന്ന് പറഞ്ഞ സംഭവം സോഷ്യൽ മീഡിയയിൽ നിറയെ കാണാം. നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ, എൻ്റെ ഫീഡിലൊക്കെ കുറേ കാണാം ഇങ്ങനെ ഓരോരോ പുതിയ പുതിയ ട്രെൻഡ് അനുസരിച്ച് ഇങ്ങനെ ഓരോ പുതിയ പുതിയ സാധനങ്ങൾ, ഓരോ ആസറ്റ്സ് ഇങ്ങനെ മാറുന്ന കാണാം. സോ ഡോണ്ട് ഫോൾ ഫോർ ദാറ്റ് പ്ലീസ്. അത് ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ആവശ്യമുള്ള സംഭവം മാത്രം കൊടുത്താൽ മതി. ഓവറായിട്ട്, അതായത് ഇപ്പോൾ ഒരു പ്രശ്നമില്ലാത്ത സ്കിന്നാണെങ്കിൽ ലെറ്റ് ഇറ്റ് ബി, അത് അങ്ങനെ തന്നെ വിട്ടാൽ മതി. അതിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക, സൺസ്ക്രീൻ യൂസ് ചെയ്യുക, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, അത്ര മതി. അതന്നെ ധാരാളമാണ്. പക്ഷെ ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പണ്ടേ മിടിക്കായതുകൊണ്ട് ഞാൻ കുറേ ഇരുന്ന് എൻ്റെ മുഖത്ത് ട്രൈ ചെയ്തു. പൊതുവേ ഞാൻ ഈ വീട്ടിലുണ്ടാക്കുന്ന മറ്റേ DIYs ഇല്ലേ, അതായത് ഓരോന്ന് അരച്ച് മുഖത്ത് തേക്കുക, ആ പരിപാടികളൊന്നും ഞാൻ ചെയ്യാറില്ല. വല്ലപ്പോഴും ഒരു 2-3 മാസത്തിലൊരിക്കൽ അങ്ങനെയൊക്കെ ആയിരുന്നു. തലയിൽ പക്ഷെ ഞാൻ ചെയ്യും. ഹെയർ ഞാൻ ഓരോന്ന് അരച്ചിട്ടും മറ്റേതൊക്കെ ആയിട്ട് ഞാൻ ഒരു മാസം കൂടുമ്പോഴോ അങ്ങനെയൊക്കെ ഞാൻ തലയിൽ തേക്കാറുണ്ട്. പക്ഷെ ഞാൻ ഫേസ് ഞാൻ ഒരു എക്സ്പെരിമെൻറ്റും ഞാൻ ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഈ സ്കിൻ കെയറിൽ ആ സൺസ്ക്രീൻ തൊട്ട് തുടങ്ങിയ ട്രെൻഡുകൾ ഞാൻ ഫോളോ ചെയ്തു. അതൊക്കെ എൻ്റെ സ്കിന്നിന് നല്ല പണിയാണ് തന്നത്. മേ ബി എൻ്റെ സ്കിന്നിന് അത് വേണ്ടി വരില്ല. ഇപ്പം വേറൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും ചിലപ്പോൾ ഇതുതന്നെയായിരിക്കും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആസ് പെർ മൈ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നത് അതാണ്. അതായത് എൻ്റെ സ്കിന്നിന് ആവശ്യമില്ല. ഇപ്പം ഞാൻ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ അതായത് ഹാഫാക്കി കട്ട് ചെയ്തപ്പം നല്ല വ്യത്യാസമുണ്ട്, നല്ല ചേഞ്ച് ഉണ്ട്. അപ്പം തന്നെ മനസ്സിലായിക്കൂടെ എൻ്റെ സ്കിന്നിന് അത്ര ആവശ്യമില്ല. അപ്പം ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നന്നായിട്ടൊന്ന് റിസർച്ച് ചെയ്ത് അത്യാവശ്യം, അതായത് നമ്മളെ കൺസേൺസ് ആദ്യം എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് മാത്രം ഇത് വാങ്ങണോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. അതായത് ഇപ്പം നിങ്ങളുടെ സ്കിന്നിന് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് പറ്റിയ സാധനങ്ങൾ വാങ്ങുക. അല്ലാണ്ട് അതായത് ഈ സാധനം കുഴപ്പമില്ല, നല്ലതാണ്, നമുക്കൊന്ന് വാങ്ങിച്ചു നോക്കാം, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയാൽ പണിപ്പാളും. സ്കിന്നിന് അത് താങ്ങില്ല. കാരണം അത് സെൻസിറ്റീവാവും, നമ്മുടെ സ്കിൻ സെൻസിറ്റീവാവും. അങ്ങനെയാണ് പൊതുവെ. എൻ്റെ ഫ്രണ്ട്സും അങ്ങനെ 1-2 ഫ്രണ്ട്സിന് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. സോ അത് ദിസ് ഇസ് പ്യുവർലി ഔട്ട് ഫ്രം മൈ എക്സ്പീരിയൻസ് കേട്ടോ. ഓരോരുത്തർക്ക് ഞാൻ ആദ്യം പറയാം, ഓരോരുത്തർക്കും ഓരോ പോലെയാവും. സോ നിങ്ങൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നൊന്നുകൂടി ഒരു 2-3 പ്രാവശ്യം ഒന്നുകൂടി ചിന്തിച്ചിട്ട് വാങ്ങിയാൽ മാത്രം മതി. അതാണ് എനിക്ക് തരാനുള്ള മെയിൻ ടിപ്പ്. ആൻഡ് ഇപ്പോഴത്തെ എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സെറം മറ്റേ ഡെർമാക്കോൻ്റെ വൈറ്റമിൻ C സെറമാണ്. 10% ആണിത് ഈ സെറം. പിന്നെ മോയ്സ്ചറൈസർ ന്യൂട്രിഡേം തന്നെയാണ് കേട്ടോ. എനിക്ക് ഇത് തന്നെ പറ്റിയിട്ടുള്ളൂ. ഞാൻ പാക്കിൻ്റെ PACൻ്റെ അക്വാബ്ലാസ്റ്റ് ഒക്കെ യൂസ് ചെയ്തിരുന്നു. എനിക്കത് വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ ന്യൂട്രിഡേമിൻ്റെ വൈറ്റമിൻ E മോയ്സ്ചറൈസിങ് ലോഷൻ ഇത് വേർത്താണ് എനിക്ക് തോന്നിയത്. എൻ്റെ സ്കിന്നിന് ഇത് വേർത്താണ്. പിന്നെ ഏതെങ്കിലും സൺസ്ക്രീൻ, ഇപ്പോൾ അക്വാളോജിക്കിൻ്റെ സൺസ്ക്രീൻ തന്നെയാണ്. ഞാൻ സൺസ്കൂപ്പിൻ്റെ സൺസ്ക്രീൻ ഇടയ്ക്ക് യൂസ് ചെയ്യും. പക്ഷെ എനിക്കത് ഭയങ്കര ചെറുതായിട്ട് വൈറ്റ് കാസ്റ്റ് തരുന്ന പോലെ തോന്നാറുണ്ട്. അപ്പം ഞാനത് വീട്ടിലിരിക്കുമ്പോൾ മാത്രമേ അത് യൂസ് ചെയ്യുള്ളൂ. ഏതായാലും വാങ്ങിയതല്ലേ, അപ്പോൾ പിന്നെ അത് വീട്ടിലിരുന്ന് അത് മുതലാക്കും. പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇതാണ് യൂസ് ചെയ്യുക. ഇത് നല്ല സൺസ്ക്രീനാണ്. ഇത് എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇവിടുത്തെ ക്ലൈമറ്റിന് ഇത് നല്ലതാണ്. കുറച്ച് തണുപ്പിലോട്ടൊക്കെ പോകുമ്പോൾ ഇത് പറ്റില്ല. ആൻഡ് ഈ മോയ്സ്ചറൈസറും പറ്റില്ല. ഇവിടുത്തെ ക്ലൈമറ്റിന് ഇത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ സ്കിൻ കെയർ റുട്ടീൻ ഗൈസ്. ഇപ്പം നൈറ്റ് സ്കിൻ കെയർ റുട്ടീനൊക്കെ ഇത് തന്നെയാണ്. ആകെ 3 സ്റ്റെപ്പേ ഉള്ളൂ. ഇത്ര മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അത്ര മതി, എൻ്റെ സ്കിന്നിന് അത്ര മതി എന്ന് ഞാൻ മനസ്സിലാക്കി. സോ ഗൈസ്, അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സ്കിന്നിൻ്റെ കൺസേൺ മനസ്സിലാക്കിയിട്ട് പ്രൊഡക്റ്റ് വാങ്ങുക. അതായത് നിങ്ങളുടെ സ്കിന്നിന് എന്ത് കൺസേൺ ആണ് ഉള്ളത്, അതിനനുസരിച്ച് എന്ത് സാധനം ആണ് ആക്ച്വലി സ്കിന്നിന് വേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് റിസർച്ച് ചെയ്താൽ കൊള്ളാമായിരിക്കും. അതായിരിക്കും നല്ലത്. എന്നിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി നന്നാവും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അണ്ടർ ഐ ഡാർക്ക്നെസ്സോ അല്ലെങ്കിൽ പോർസൊക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ മിനിമൈസിങ് പോർസ് അങ്ങനത്തെ ഒക്കെ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ. ഈ പോർസ് മിനിമൈസ് ചെയ്യുന്ന
സംഭവങ്ങൾ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് റിസർച്ച് ചെയ്തിട്ട് അതിലുള്ള സാധനങ്ങൾ വാങ്ങാം. ഒന്നുകൂടി ഒന്ന് ഏതൊക്കെയാണ് അതിന് പറ്റിയ സാധനങ്ങൾ എന്ന് ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് വാങ്ങാം. ഇത് വലിയ പണിയുള്ളത്, കുറച്ചൊന്ന് ചിന്തിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ ആലോചിച്ച് അങ്ങനെ സാധനം വാങ്ങിയാൽ മതി. സോ ഗൈസ്, അത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ ബ്ലെൻഡർ സ്റ്റോറി. നിങ്ങൾക്ക് എൻ്റെ മേക്കപ്പ് ബ്ലെൻഡർ സ്റ്റോറി അറിയണമെങ്കിൽ, സ്റ്റോറിയല്ല, മേക്കപ്പ് അട്ട ഫ്ലോപ്പ് പ്രോഡക്ട്സിനെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെപ്പറ്റിയും ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് ഇന്ന് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.